കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച സംസ്ഥാനം കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് പ്രത്യേക സഹായം പരിഗണിക്കുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ. മനുഷ്യ വന്യജീവി സംഘർഷം അതീവ ഗുരുതര പ്രശ്നമായി മാറുന്ന സാഹചര്യത്തിൽ പരിഹാര പദ്ധതികൾക്കായി 1,000 കോടി രൂപ അനുവദിക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ കടമെടുക്കൽ അവകാശം വെട്ടിക്കുറയ്ക്കൽ, നികുതിയിലുണ്ടായ കുറവ് എന്നിവ എടുത്തുകാട്ടി സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും പണക്ഷാമവും പരിഹരിക്കാൻ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നതാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം. GST സമ്പ്രദായം പൂർണ്ണസജ്ജമാകുന്നതുവരെ GST നഷ്ടപരിഹാര വ്യവസ്ഥ തുടരണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമലയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 2,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നും കേരളം കേന്ദ്രത്തോടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്കായി 5,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണം. അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണം. സർക്കാർ സ്ഥാപനങ്ങളും കമ്പനികളും എടുക്കുന്ന വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുന്ന നിലപാട് തിരുത്തണമെന്നുമാണ് സംസ്ഥാനം കേന്ദ്രത്തോടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകുന്ന കാപെക്സ് വായ്പ അനുവദിക്കുന്നതിന് ബ്രാൻഡിംഗ് വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്ന രീതി പുനഃപരിശോധിക്കണമെന്നും സംസ്ഥാനം കേന്ദ്രത്തോടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരത്തിനായി മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിക്ക് 4,500 കോടി രൂപ നീക്കിവെക്കണം. കേരളത്തിന്റെ തീരദേശ ശോഷണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 11,650 കോടി രൂപയുടെ സമഗ്ര പദ്ധതിയും ആവശ്യമാണ്. മനുഷ്യമൃഗ സംഘർഷം അതീവ ഗുരുതര പ്രശ്നമായി മാറുന്ന സാഹചര്യത്തിൽ പരിഹാര പദ്ധതികൾക്കായി 1,000 കോടി രൂപ അനുവദിക്കണം. റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ 1,000 കോടി രൂപയുടെ വിലസ്ഥിരതാ ഫണ്ട് പ്രഖ്യാപിക്കണമെന്നും നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലെ കേന്ദ്രവിഹിതം 60% നിന്ന് 75% ഉയർത്തണമെന്നും തുടങ്ങിയ കാര്യങ്ങളാണ് അക്കമിട്ട് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഊർജ്ജ മേഖലയിലെ പരിഷ്കരണങ്ങൾക്കായി അനുവദിച്ച 0.5% അധിക വായ്പാനുമതി അടുത്ത സാമ്പത്തിക വർഷവും തുടരണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.